ടീം മൈടെക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം മനസ്സിലാക്കിയതുപോലെ +2 മാത്തമാറ്റിക്സിലെ 5ാമത്തെ പാഠമായ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ നവംബർ 17 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കാൽക്കുലസ് എന്ന ബ്രാഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് നമുക്കറിയാം. മാത്രമല്ല കണ്ടിന്യൂറ്റി എന്ന കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നതിനും അതുപോലെ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് പരിശോധിക്കുന്നതിനും നാം ഏറ്റവും കൂടുതലായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ലിമിറ്റ് എന്ന കൺസെപ്റ്റാണ്. കഴിഞ്ഞ വർഷം +1 നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷനും അതേപോലെ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ആദ്യം നമുക്ക് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്നതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ കാണാം. നമ്മൾ പഠിച്ചത് തന്നെയാണ്. നോക്കൂ, ഇഫ് എ ഫംഗ്ഷൻ f of x approaches a finite value L as x tends to a, then L is called the limit of the function f of x at x is equal to a. അതായത് എക്സിൻ്റെ വാല്യൂ എ എന്ന ഒരു നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് എൽ എന്ന ഫൈനൈറ്റ് വാല്യൂവിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഫൈനൈറ്റ് വാല്യൂ എൽ എന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. മാത്രമല്ല ഇത് സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിങ്ങനെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. ഇത് നമ്മൾ മറ്റൊരു രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇല്ലേ? അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഉപയോഗിച്ചും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ വിശദീകരിച്ചു കൊണ്ട് പറയാം. അതും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. നോക്കൂ, in other words, the limit of the function f of x at x is equal to a exists only if the left hand limit and the right hand limit at x is equal to a exist and if they are equal. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതായത് x is equal to a എന്ന പോയിന്റിൽ f of x എന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും രണ്ടും എക്സിസ്റ്റ് ചെയ്യുകയും അവ രണ്ടും ഈക്വൽ ആവുകയും ചെയ്യണം. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ 1-2 എക്സാമ്പിൾസൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇത് ഒന്നുകൂടെ വിശദീകരിക്കാം. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക? നോക്കൂ, ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് ഡിനോട്ടഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എ മൈനസ് എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? എ എന്ന പോയിന്റിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഏത് സൈഡിൽ നിന്നാണ്? എയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ എക്സിൻ്റെ വാല്യൂ എയേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ എങ്ങനെയാണ് സിംബോളിക്കലി എഴുതുക? സിമിലർലി ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് ഡിനോട്ടഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് എയുടെ റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒക്കെ ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. എന്നാൽ എക്സ് ടെൻസ് ടു എ മൈനസിൻ്റെ മീനിങ് എന്തായിരുന്നു? എയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് എയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എയേക്കാൾ കുറവായിരിക്കും. എന്നാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് കാണുന്നതെങ്കിൽ എക്സ് ടെൻസ് ടു എ പ്ലസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ എക്സിൻ്റെ വാല്യൂ ഒക്കെ ഗ്രേറ്റർ ദാൻ എയുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഇനി 1-2 എക്സാമ്പിൾസ് കൂടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം. നോക്കൂ, ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഒന്ന്, ഇത് ഏത് തരത്തിലുള്ള ഫംഗ്ഷനാണ്? അതേപോലെ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്? റേഞ്ച് എന്താണ്? ഗ്രാഫ് എന്താണ്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തായിരിക്കും?
ഇവിടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം എന്താ, എക്സിന് 0 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 0² = 0 എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത് എങ്കിൽ ലിമിറ്റ് കാണുന്നതിന് വേണ്ടി എന്താണോ നമുക്ക് x → 0 ആണെങ്കിൽ എക്സിന് പകരം 0 എന്ന എക്സ്പ്രഷനകത്ത് കൊടുക്കാം ഇല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇനി ഇതേ കാര്യം വേണമെങ്കിൽ നമുക്കൊന്ന് ഇതിൻ്റെ ഗ്രാഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതും കൂടെ നോക്കൂ. ഗ്രാഫ് ഇതല്ലേ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ഗ്രാഫൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. x² അല്ലേ, x²ൻ്റെ f(x) = x² എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതുപോലെ ഓപ്പൺ അപ്വേർഡ്സ്, മുകളിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു പരാബോളയാണ്. അത് 0, 0 ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു, ലിമിറ്റ് x → 0 f(x) അല്ലേ. എന്ന് പറഞ്ഞാൽ 0 എന്ന ഈ പോയിന്റിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ എത്തിച്ചേരുന്നത് എവിടേക്കാണ്, 0യിലേക്കാണ് ഇല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ്, അതായത് ലിമിറ്റ് x → 0 f(x) = 0 എന്നുള്ളത് ഗ്രാഫിൽ നിന്നും വ്യക്തമാണ്. ഇപ്പം നമുക്ക് ലിമിറ്റ് നേരിട്ട് കണ്ടു കഴിഞ്ഞാലും ഇതേ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല. അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. നോക്കൂ, കൺസിഡർ ദ സിഗ്നം ഫംഗ്ഷൻ ഗിവൺ ബൈ f(x) = -1 if x less than 0, 0 if x is equal to 0, 1 if x greater than 0. Then what is limit x tends to 0 f(x)? ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. മോഡുലസ് ഫംഗ്ഷൻ പോലെ അല്ലേ, സിഗ്നം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, അങ്ങനെയുള്ള ആ ഗണത്തിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ. അതിൻ്റെ എക്സ്പ്രഷൻ ഇതാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷന്, അതുപോലെ ഫംഗ്ഷൻ്റെ ഡൊമെയിന്, റേഞ്ച്, ഗ്രാഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. നമുക്കിവിടെയും കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ലിമിറ്റ് x → 0 f(x) ഇല്ലേ. ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ചോളൂ. തൊട്ട് മുമ്പ് നമ്മൾ f(x) = x² ലിമിറ്റ് കണ്ടുപിടിച്ചിരുന്നു അറ്റ് x = 0. അവിടെ f(x)ന് ഒരേ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ 0യിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും റൈറ്റ് സൈഡിൽ നിന്ന് 0യിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ എത്തിച്ചേരുന്നത് 0യിലേക്കാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്നം ഫംഗ്ഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, നമുക്കൊന്ന് നോക്കാം. ആദ്യം ആ ഗ്രാഫ് ഒന്ന് നോക്കൂ. ഇത്രയും നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിൻ്റെ ഗ്രാഫിലേക്ക് പോകുന്നതാണ് നല്ലത്. നോക്കൂ, ഇതാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോക്കൂ, ഇവിടെ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, അഥവാ x less than 0 ആണെങ്കിൽ f(x) -1 അപ്പോൾ ഈ x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ഇവിടെ ഉണ്ട്. അതേപോലെ x greater than 0 അഥവാ പോസിറ്റീവ് ആണെങ്കിൽ f(x)ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ x ആക്സിസിന് പാരലൽ ആയിട്ട് വരും. മറ്റൊന്നെന്താണ്, x = 0 ആകുമ്പോൾ f(x) 0 ആണ്. അപ്പോൾ 0, 0 എന്ന ഈ ഒരു പോയിന്റും ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഉൾപ്പെടും. അപ്പോൾ ഗ്രാഫിൽ വരുന്നത് ഇവിടെ വരുന്ന ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഭാഗം, ഈ ഒരു പോയിന്റ്, പിന്നെ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ, ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ലിമിറ്റ് x → 0 f(x). അപ്പോൾ ഇവിടെ x = 0 എന്ന പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. 0 എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ f(x)ന് -1 എന്ന വാല്യൂ ആണ്. എന്നാൽ x = 0 എന്ന പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലോ f(x)ന് 1 എന്ന വാല്യൂ ആണ് വരുന്നത്. അതേസമയം തൊട്ട് മുമ്പ് നമ്മൾ കണ്ട f(x) = x² എന്ന ഫംഗ്ഷനിൽ x = 0 എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ എക്സ്പ്രഷൻ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമ്മൾ LHലും RHലും ഉപയോഗിച്ചിട്ടാണോ ലിമിറ്റ് കണ്ടുപിടിച്ചത്? അല്ല, നേരിട്ട് നമുക്ക് എക്സ്പ്രഷനിൽ എക്സിന് പകരം 0 എന്ന് കൊടുത്തുകൊണ്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ ഒന്നുകൂടെ പറയാം. 0 എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫംഗ്ഷന് വ്യത്യസ്ത എക്സ്പ്രഷൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ച് അവ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി എന്തായിരിക്കും ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് x = 0 അല്ലേ വേണ്ടത്? അതിന് നമുക്ക് സിംബോളിക്കലി എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ലിമിറ്റ് x → 0 മൈനസ് f(x). നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താ ഈ 0 മൈനസ് എന്നതിൻ്റെ മീനിങ്? 0 എന്ന പോയിന്റിലേക്ക് x അപ്രോച്ച് ചെയ്യുന്നത് 0യുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്.
സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് നാം കൺസിഡർ ചെയ്യേണ്ട വാല്യൂ ഏതാണ്? -1. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന് നമുക്ക് -1 എന്ന വാല്യൂ കൊടുത്താൽ -1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് -1 എന്ന വാല്യൂ തന്നെയായിരിക്കും. അതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാം. നോക്കൂ, സിമിലർലി RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ് RHL is equal to ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 0 പ്ലസിൻ്റെ മീനിങ് എന്താണ്? 0യിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് 0യുടെ റൈറ്റ് സൈഡിൽ നിന്ന്. 0യുടെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അഥവാ പോസിറ്റീവ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് അഥവാ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് നാം കൺസിഡർ ചെയ്യേണ്ട വാല്യൂ ഏതാണ്? 1 ആണ്. അപ്പോൾ എന്തായിരിക്കും? RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1. അവിടെയും നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വാല്യൂ 1 ആണെന്ന് പറയാം. മനസ്സിലായോ? ഇനി നോക്കൂ, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക? തൊട്ട് മുമ്പ് നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും രണ്ടും എക്സിസ്റ്റ് ചെയ്യുകയും അവ ഈക്വൽ ആവുകയും ചെയ്യണം. ഇവിടെ ബോത്ത് LHL ആൻഡ് RHL എക്സിസ്റ്റ്. LHLും RHLും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നിൻ്റെ വാല്യൂ -1ഉം മറ്റൊന്നിൻ്റെ വാല്യൂ +1ഉം ആണ്. അപ്പോൾ ഇവ ഈക്വൽ ആണോ? അല്ല. ഹെൻസ് we can see that LHL is not equal to RHL, so we conclude that the required limit does not exist. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനല്ലേ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എന്താ ഇവിടെ എഴുതുക? അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് എഴുതേണ്ടത്. എന്തുകൊണ്ടാണ്? ഇവിടെ LHLും RHLും ഈക്വൽ അല്ല, അതുകൊണ്ട്. ഓക്കെ, മനസ്സിലായെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. എക്സാമ്പിൾ 3. Consider the function f of x given below. f of x is equal to -1 if x less than or equal to 0 and 1 by x if x greater than 0. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഫ് ഓഫ് എക്സിന് ഒന്നിൽ കൂടുതൽ എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഒന്നാമത്തെ വാല്യൂ അല്ലെങ്കിൽ എക്സ്പ്രഷന് -1 ആണ്. എപ്പോഴാണ് എഫ് ഓഫ് എക്സിന് -1 എന്ന വാല്യൂ വരുന്നത്? ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഒന്നെങ്കിൽ നെഗറ്റീവ് ആവുക അല്ലെങ്കിൽ 0 ആവുക. പിന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x ആവുന്നത് എപ്പോഴാണ്? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് ഇഫ് എക്സ് ഇസ് പോസിറ്റീവ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. -1 എന്ന് വന്നു കഴിഞ്ഞാൽ സിഗ്നം ഫംഗ്ഷനിലൊക്കെ വന്നതുപോലെ എങ്ങനെയായിരിക്കാം അതിൻ്റെ ഒരു ഗ്രാഫ് എന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അതേപോലെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x നമ്മൾ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് പറയാറില്ല. റെസിപ്രോക്കൽ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by xൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x ആവുന്നത് എപ്പോൾ മാത്രമാണ്? എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അഥവാ പോസിറ്റീവ് ആകുമ്പോൾ മാത്രമേ എഫ് ഓഫ് എക്സിന് 1 by x എന്ന വാല്യൂ വരുന്നുള്ളൂ, എക്സ്പ്രഷൻ വരുന്നുള്ളൂ. ശരി, ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടാവുക? ഏകദേശം ആളുകൾക്കൊക്കെ കിട്ടിക്കാണും അല്ലേ? -1 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ ആ -1 എന്ന വാല്യൂ ഉണ്ടാകും? പിന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x എന്ന് പറയുന്നത് ഒരു കർവാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ആ ഗ്രാഫ് കർവ് എവിടെയാണ് വരയ്ക്കേണ്ടത്? ഏകദേശ കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗ്രാഫ് ഇനി കാണുന്നത് പോലെയാണോ എന്നൊന്ന് നോക്കൂ. ഇതുപോലെയാണോ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞ ഗ്രാഫ്? നോക്കൂ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇവിടെയാണ് തുടങ്ങുക അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 0 ഇവിടെയല്ലേ, അഥവാ y ആക്സിസിലല്ലേ? ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എക്സിൻ്റെ വാല്യൂ ഏത് നെഗറ്റീവ് വാല്യൂ ആയിരുന്നാലും ശരി, എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്, ആ വാല്യൂ -1. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരും. ഓക്കെ, പിന്നെ അടുത്തത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x. എപ്പോഴാണ് എഫ് ഓഫ് എക്സ് 1 by xന് ഈക്വൽ ആവുന്നത്? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അഥവാ എക്സ് പോസിറ്റീവ്, അതായത് y ആക്സിസിൻ്റെ റൈറ്റ് സൈഡിൽ എഫ് ഓഫ് എക്സ് 1 by x ആണ്. നോക്കൂ, ഇതാണ് നമ്മുടെ കർവ്, 1 by xൻ്റെ കർവ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഈ കർവ് പോലെ ഒരെണ്ണം എവിടെയും വരുമായിരുന്നോ? ഈ തേർഡ് ക്വാഡ്രൻറ്റിലും വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ എഴുതി, അതിൻ്റെ ഗ്രാഫും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു.
ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഡസ് ദ ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സിസ്റ്റ് ഓർ നോട്ട്? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എപ്പോഴാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക? ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, അവ ഈക്വൽ ആവുകയും ചെയ്യണം. അപ്പോൾ എന്തിനാ ഈ എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ ഉപയോഗിച്ചത്. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പറയാൻ വളരെ എളുപ്പമാണ്. എന്താണ്? LHL, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0യിലേക്ക്, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിലേക്ക് നമ്മൾ ഈ ഗ്രാഫിലൂടെ അപ്രോച്ച് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിലെ -1 എന്ന പോയിന്റിലല്ലേ നമ്മൾ എത്തിച്ചേരാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 -1 ആണെന്ന് പറയാം. ഓക്കെ, ഗ്രാഫിൽ നോക്കിയാലും അല്ലാതെയും നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. റൈറ്റ്, ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ഇതേപോലെ എഴുതാം. RHL is equal to limit x tends to 0 plus f of x. എന്താണ് ഈ x tends to 0 plus എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? 0 എന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് 0യുടെ റൈറ്റ് സൈഡിൽ നിന്ന്. 0യുടെ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് 1/x ആണ്, ഇല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1/x ആണ്. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 1/xൻ്റെ ഗ്രാഫിലൂടെ ഒരാൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 അഥവാ വൈ ആക്സിസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഗ്രാഫിലൂടെ നമ്മൾ വൈ ആക്സിസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫ് ഇവിടെ നിന്ന് നമുക്കറിയാം ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. മനസ്സിലായോ? ഇത് വൈ ആക്സിസിലേക്ക് അപ്രോച്ച് ചെയ്യും. അതിനനുസരിച്ച് ഈ ഗ്രാഫ് എവിടേക്കാണ് പോകുന്നത്? പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ്, അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഏതാവട്ടെ, അതെപ്പോഴും ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. പക്ഷേ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്നത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ്, അല്ലേ? എഫ് ഓഫ് എക്സ് പോകുന്നത് എവിടേക്കാണ്? പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ്. പക്ഷേ അതൊരു ഫൈനൈറ്റ് വാല്യൂ അല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ലിമിറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ? നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന. എന്തുകൊണ്ടാണ്? എക്സ് ഇസ് ഈക്വൽ ടു 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് പോകുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ്. ഇൻഫിനിറ്റി നമുക്കൊരു ഫംഗ്ഷൻ്റെ ലിമിറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ലിമിറ്റ് എപ്പോഴും, അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരുന്നാലും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരുന്നാലും എന്താവണം? ഒരു ഫൈനൈറ്റ് വാല്യൂ ആവണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴാണ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക? ബോത്ത് LHL ആൻഡ് RHL എക്സിസ്റ്റ് ആൻഡ് ഇഫ് ദേ ആർ ഈക്വൽ. ഇവിടെ LHL മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, RHL എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ശരി, ഇനി ഇവിടെ നിന്ന് 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, ഇവിടെ LHL എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ RHL എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷനും കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതേപോലെ നേരെ തിരിച്ചുള്ളൊരു കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണത്? RHL എക്സിസ്റ്റ് ചെയ്യണം, എന്നാൽ LHL എക്സിസ്റ്റ് ചെയ്യരുത്. ആ രൂപത്തിലുള്ള ഒരു ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? നിങ്ങൾക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഒന്നുകിൽ എക്സ്പ്രഷൻ എഴുതിയിട്ട് ഗ്രാഫിലേക്കോ, അല്ലെങ്കിൽ ഗ്രാഫ് വരച്ചതിന് ശേഷം എക്സ്പ്രഷനിലേക്കോ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ രണ്ടാമത്തത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും രണ്ടും എക്സിസ്റ്റ് ചെയ്യാത്തത്. അതെങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരും, അല്ലെങ്കിൽ എക്സ്പ്രഷൻ എങ്ങനെ വരും? മനസ്സിലായല്ലോ? ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നാമത്തെ എക്സാമ്പിളിൽ നമ്മൾ കണ്ട ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു പോകുന്നു. അത് ഇതാണ്: ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. നമ്മൾ ആദ്യ പ്രോബ്ലത്തിൽ, അതായത് എക്സാമ്പിളിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിരുന്നു, അല്ലേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്?
ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ എക്സിന് പകരം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ ആവണമെന്നില്ല, ഏത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിലും ശരി നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 1. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് കാണണമെങ്കിൽ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്? എഫ് ഓഫ് 2ന് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 എന്ന എക്സ്പ്രഷനകത്ത് എന്ത് കൊടുത്താൽ മതി? എക്സിന് പകരം 2 എന്ന് കൊടുത്താൽ മതി. അപ്പം 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 1 എന്ന് കിട്ടും. 3 സ്ക്വയർ 4, 4 മൈനസ് 6 മൈനസ് 2, മൈനസ് 2 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു -1. ഇത് ഏത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിലും നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് എഫ് ഓഫ് എ കണ്ടുപിടിച്ചാൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ചില ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് കാണുന്നതിന് നമുക്ക് ഡയറക്റ്റ്ലി എക്സിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കൂ. കൺസിഡർ ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. 2x മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്നത് ഏത് തരത്തിലുള്ള ഫംഗ്ഷനാണ്? പോളിനോമിയൽ ഫംഗ്ഷനാണോ? അല്ല, ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ പോളിനോമിയൽസ് വരുന്ന അഥവാ റാഷണൽ ഫങ്ഷൻസ് എന്ന ഒരു ടൈപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് എക്സിന് ഡയറക്റ്റ്ലി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് റാഷണൽ ഫംഗ്ഷനാണ്. ഇനി ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ, ഈ റാഷണൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡിനോമിനേറ്റർ എക്സ് മൈനസ് 1 അല്ലേ? എപ്പോഴാണ് ഡിനോമിനേറ്റർ 0 ആവുക? നാം എക്സിന് 1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ അല്ലേ? എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി, ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത ഒരു വാല്യൂ നമുക്കൊരിക്കലും ഡൊമൈനകത്ത് കൺസിഡർ ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ r മൈനസ് സിംഗിൾട്ടൺ 1 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനിയും ഇത് കാര്യങ്ങൾ ആവശ്യം വരുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ലിമിറ്റിലേക്ക് തിരിച്ചു വരാം. ഇനി ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ആണ് കാണേണ്ടത് ഇല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എക്സിന് 2 എന്ന വാല്യൂ ഒന്ന് കൊടുത്തു നോക്കിയാലോ? ഇഫ് യു ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 in the given expression, we get limit x tends to 2x minus 3 by x minus 1 is equal to 2 into 2 minus 3 divided by 2 minus 1. 2 into 2, 4. 4 minus 3, 1 divided by 2 minus 1, 1. അല്ലേ? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന 1 എന്നതൊരു ഫൈനൈറ്റ് വാല്യൂ അല്ലേ? അതെ, മനസ്സിലായോ? അപ്പോൾ റാഷണൽ ഫങ്ഷൻസ് ആണെങ്കിലും നമുക്ക് ആദ്യം ചെയ്തു നോക്കാവുന്നത് ഏത് ലിമിറ്റാണോ കാണേണ്ടത് അവിടെ നമുക്ക് എക്സിൻ്റെ ആ തന്നിട്ടുള്ള ഈ വാല്യൂ, ഇപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആണെങ്കിൽ എക്സിന് 2 എന്ന റാഷണൽ ഫംഗ്ഷനിൽ കൊടുത്തു നോക്കാം. അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയാൽ വിച്ച് ഇസ് എ റെക്കോർഡ് ലിമിറ്റ്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അത് ശരിയാവണം എന്നില്ല. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇവിടെ ഇപ്പം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു 1 ആണ് എന്ന് നമുക്ക് കിട്ടി. അത് നമ്മൾ വാല്യൂ ഒക്കെ കൊടുത്തുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ഗ്രാഫ് കൂടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമാവും. അത് ഗ്രാഫ് കൂടെ ഒന്ന് നോക്കാം. നമുക്ക് നോക്കൂ, ഇതാണ് 2x മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ 2 കർവുകൾ ചേർന്നതാണ്. ഇവിടെ ഒരു കർവുണ്ട് ഇതേപോലെ, ഇതവിടെ അവസാനിക്കുന്നതല്ല, മനസ്സിലായല്ല? അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഇതല്ലേ എക്സ് ഇസ് ഈക്വൽ ടു 2? ഇപ്പോൾ നോക്കൂ, ഇപ്പം നമുക്ക് ഈ ഒരു എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന പോയിന്റിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എത്തിച്ചേരാൻ സാധ്യതയുള്ളത് ഏത് പോയിന്റിലാണ്? അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1ലേക്കല്ലേ എത്തിച്ചേരുന്നത് ഇല്ലേ? അതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന പോയിന്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്കിൽ അപ്പോഴും എത്തിച്ചേരാൻ സാധ്യതയുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഏതാണ്? 1 ആണ്. മനസ്സിലായോ? അപ്പോൾ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. പക്ഷേ എന്നാൽ എല്ലാ ഫങ്ഷൻസിൻ്റെയും ഗ്രാഫ് ഇതേപോലെ പ്ലോട്ട് ചെയ്ത് നോക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. മനസ്സിലായല്ലോ? ശരി, ഇനി മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കൂ. എക്സാമ്പിൾ നമ്പർ 5. കൺസിഡർ ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു റാഷണൽ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇല്ലേ? ഇനി എൻ്റെ ചോദ്യം ഇതാണ്,
Can we substitute x is equal to 2 directly in the given expression? ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മുമ്പത്തെ പ്രോബ്ലത്തിൽ തൊട്ട് മുമ്പ് നാം ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഡയറക്ട്ലി എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കൂ. ന്യൂമറേറ്ററിൽ ഞാൻ എക്സിന് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയർ 4 മൈനസ് 4 0 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 0. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 ആവും. ഇഫ് യു പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 directly in the given expression and it takes the form 0 by 0. അപ്പോൾ ഇവിടെ എക്സിന് നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും 0 ആയി പോകും. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ പറയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ അർത്ഥം നമുക്ക് എക്സിന് ഡയറക്റ്റ്ലി വാല്യൂ കൊടുത്ത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അല്ലാതെ എന്തല്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇവിടുന്ന് പറയാനോ തീരുമാനിക്കാനോ പറ്റില്ല. അപ്പോൾ നമുക്കിനി വേറെ ഏത് രീതിയിൽ ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ബട്ട് വി ക്യാൻ റൈറ്റ് ദ ഗിവൺ ലിമിറ്റ് ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു ഈ ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ വിച്ച് ഇസ് ഇൻ ദ ഫോം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അവിടെ നമുക്കതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. ന്യൂമറേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയി വരുന്ന എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്യാമല്ലോ. ബാക്കി എന്താ ഉണ്ടാവുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എക്സിന് നമ്മൾ 2 എടുത്തു കഴിഞ്ഞാലോ 2 പ്ലസ് 2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇത് എക്സ് പ്ലസ് 2 എന്നതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ പോലെയായി. ഇനി ഇവിടെ നമുക്ക് എക്സിന് ഡയറക്റ്റ്ലി വാല്യൂ കൊടുക്കാം. ഇവിടെ നമുക്ക് എക്സിന് ഡയറക്റ്റ്ലി വാല്യൂ കൊടുത്താൽ ഇറ്റ് ടേക്സ് ദ ഫോം 0 by 0. പക്ഷേ ഇവിടെ ആ പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് റിക്കോർഡ് ലിമിറ്റ് 4 എന്നത് കിട്ടി. 4 ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ദാറ്റ് ഇസ് എ റിക്കോർഡ് ലിമിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് കണ്ടു. ഒന്ന് റാഷണൽ ഫങ്ഷൻസ് ആണ്, പക്ഷേ അവിടെ നമുക്ക് എക്സിന് ഡയറക്റ്റ്ലി വാല്യൂ കൊടുത്തുകൊണ്ട് ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് പ്രശ്നം എന്താണ്? എക്സിന് നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ 0 by 0 എന്ന ഫോമിലായിരിക്കും. അപ്പോൾ നേരിട്ട് അങ്ങനെ വാല്യൂ കൊടുക്കാൻ പാടില്ല. വേറെ മെത്തേഡുകൾ ചെയ്യണം. ഇനി ഇതേ പ്രോബ്ലം ചെയ്യാൻ ഇതല്ലാത്ത വേറെ മെത്തേഡുകൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ചില ഫോർമുലകളൊക്കെ ഉപയോഗിച്ച്. ഇനി ഇതേ നമുക്ക് ചിലപ്പോൾ ഒരു സംശയം ഇത് 4 തന്നെയാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ആ സംശയം നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇല്ലാതെയാകും. നമുക്ക് നോക്കാം അതിൻ്റെ ഗ്രാഫ് കൂടെ. നോക്കൂ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇതാണ് ഫംഗ്ഷൻ എന്ന് വിചാരിച്ചോളൂ. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഞാനിപ്പോൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ. അപ്പോൾ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകാത്തത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന പോയിന്റിൽ. അപ്പോൾ ആ 2 എന്ന പോയിന്റ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ അകത്തുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഈ പോയിന്റ് ഗ്രാഫിൽ ഉൾപ്പെട്ടതല്ല. വ്യക്തമായിട്ട് മനസ്സിലായോ? എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. പക്ഷേ ഈ ഒരു പോയിന്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഉൾപ്പെടില്ല. കാരണം എന്താ? ഈ പോയിന്റ് ഗ്രാഫിൽ ഉൾപ്പെടുന്നതാണ് എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയണ്ടേ? പക്ഷേ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് ഇവിടെ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ഗ്രാഫിൽ ഉൾപ്പെടുന്നത് അല്ല. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. അപ്പോൾ 2 എന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യണം. അത് നമുക്ക് എവിടെ നിന്നൊക്കെ അപ്രോച്ച് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യാം, റൈറ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇതാണേ. അപ്പോൾ ഇവിടേക്ക് നാം ഗ്രാഫിലൂടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4ലേക്കാണ് എത്തുക. റൈറ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 4ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ കോമൺ വാല്യൂ 4 ആണ് റിക്കോർഡ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, പക്ഷേ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഇനി ഇതേപോലെ മറ്റൊരു പ്രോബ്ലം നോക്കൂ. കൺസിഡർ ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൂന്നാമത്തെ ഒരു റാഷണൽ ഫംഗ്ഷനാണ്. ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് ആലോചിച്ചേ. നാലാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് എക്സിന് ഡയറക്റ്റ്ലി വാല്യൂ കൊടുത്തുകൊണ്ട് ലിമിറ്റ് കണ്ടുപിടിച്ചു. പക്ഷേ അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് എക്സിന് ഡയറക്റ്റ്ലി വാല്യൂ കൊടുത്ത സമയത്ത് അത് 0 by 0 എന്ന ഫോമിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിന് മറ്റൊരു രീതിയിൽ ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ലിമിറ്റ് കൊടുത്തപ്പോൾ കൃത്യമായ ലിമിറ്റ് കിട്ടി.
ഇവിടെ നമുക്ക് ഏതാണ് ചെയ്യാൻ പറ്റുക? എക്സിന് നമുക്ക് വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന വാല്യൂ ഡയറക്റ്റ്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇവിടെ എക്സിന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും 0. അപ്പോൾ എക്സ്പ്രഷൻ 0/0 എന്നായിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതായിരുന്നാലും ചെയ്യാൻ പറ്റില്ല. ഇനി എന്താണ്? നമുക്ക് ഇതൊന്ന് ഏതെങ്കിലും ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോകുമോ എന്നാണ് നോക്കേണ്ടത്. അതൊന്ന് നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമുല. അപ്പോൾ അവിടെ നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്ത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഇപ്പം ന്യൂമറേറ്ററിലുള്ള ഒരു എക്സ് മൈനസ് 1 ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മൈനസ് 1 ആയിട്ട് ക്യാൻസൽ ചെയ്യും. ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് വരും. ഇവിടെ ഈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൽ ഒരെണ്ണം ക്യാൻസൽ ചെയ്യും. പിന്നെ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് കിട്ടും. ഇനി ലിമിറ്റ് കൊടുത്താലോ? എന്താ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്? എക്സിന് എന്താ കൊടുക്കേണ്ടത്? 1 എന്നല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ഫോം 2 ഡിവൈഡഡ് ബൈ 0 എന്ന് കിട്ടും. 2/0 എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? സംതിങ് ഡിവൈഡഡ് ബൈ 0 അത് ഫൈനൈറ്റ് ആണോ? ഒരിക്കലും അല്ല, അത് ഇൻഫൈനൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡയറക്റ്റ്ലി വാല്യൂ കൊടുക്കാനും പറ്റില്ല. അതുപോലെ ഫാക്ടറൈസ് ചെയ്ത് എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്താൽ പോലും വീണ്ടും ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മൈനസ് 1 ബാക്കിയാവുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ എക്സിന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 2/0 എന്നാണ് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദെൻ വി കൺക്ലൂഡ് ദാറ്റ് ദ റിക്വയർഡ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങൾ ബാക്കിയുണ്ടാവും. ഇത് ഈ രീതിയിൽ ചെയ്തതിൽ എന്തെങ്കിലും അപാകതകൾ ഉള്ളത് കൊണ്ടാണോ കിട്ടാത്തത്? ശരിക്കും ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടും. നോക്കൂ അതിൻ്റെ ഗ്രാഫ്. ഇതാണ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കണം. ഈ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ 0 ആവുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1 അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നത് ഫംഗ്ഷൻ്റെ ഡൊമൈനകത്തില്ല. ഇനി നിങ്ങൾ നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഇതല്ലേ? ഈ ഒരു ലൈനിലേക്ക് ഗ്രാഫിലൂടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും നാം അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് നാം ഗ്രാഫിലൂടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത്? മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ്. ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതേപോലെ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന ലൈനിലേക്ക് ഗ്രാഫിലൂടെ റൈറ്റ് സൈഡിൽ നിന്നുമാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോഴും ഇത് മുകളിലേക്ക് എഫ് ഓഫ് എക്സ് എവിടേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ്. ഒരെണ്ണം മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, ഒരെണ്ണം പ്ലസ് ഇൻഫിനിറ്റിയിലേക്കും അപ്രോച്ച് ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. മനസ്സിലായല്ലോ? ഇത്രയും എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നാമത്തെ കാര്യം നാം കഴിഞ്ഞ വർഷം പഠിച്ച ലിമിറ്റ് എന്ന കൺസെപ്റ്റും അതുപോലെ പ്രോബ്ലംസ് ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടിന്യൂയിറ്റിയെ പറ്റി നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ശരി. ഇനി കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതാനും സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്പർ 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ എ എന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആവണം, എൻ എന്നത് ഒരു റാഷണൽ നമ്പർ ആവണം. നിങ്ങൾ പഠിച്ച റിസൾട്ടാണ്. ഇത് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ടാവും. നമ്പർ 2, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. നമ്പർ 3, limit x tends to 0 e raised to x minus 1 divided by x is equal to 1. Number 4, limit x tends to 0 log 1 plus x divided by x is equal to 1. ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഉപയോഗിച്ചതാണ്. ഒരുപാട് പ്രോബ്ലംസ് അത് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷം പഠിച്ച 2 പ്രോബ്ലംസ് ഉണ്ട്. അതുകൂടെ ഞാനിവിടെ റിസൾട്ടുകളുടെ ലിസ്റ്റിൽ ചേർക്കുന്നു. കാരണം ഇനിയുള്ള ഏതെങ്കിലും പ്രോബ്ലങ്ങളിൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിസൾട്ടുകളായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ആ 2 കൂടെ ലിസ്റ്റ് ചെയ്യുന്നു. നമ്പർ 5,
limit x tends to 0, 1 minus cos x by x is equal to 0. And number 6, limit x tends to 0, tan x by x is equal to 1. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോടൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അത് ഇനി ആവശ്യമുള്ള സമയത്ത് പറയാം. ഓക്കെ, തൽക്കാലം കണ്ടിന്യൂയിറ്റിയിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നറിവുകൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, താങ്ക് യു.